ആശാവർക്കർമാരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ നാളെ വൈകിട്ട് 3 മണിക്കാണ് ചർച്ച. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ആശാപ്രവർത്തകരെ ചർച്ചയ്ക്ക് വിളിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം 52ാം ദിവസത്തിലേക്കും നിരാഹാര സമരം 14ാം ദിവസത്തിലേക്കും കടക്കുമ്പോഴാണ് സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. സമരക്കാരെ കൂടാതെ CITU, INTUC നേതാക്കളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. സമരക്കാരുമായി വീണ്ടും ചർച്ച നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് സമരക്കാരുടെ പ്രതികരണം. ഞങ്ങൾ വ്യക്തമായ ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡിന് പുറത്ത് തന്നെ ആയിരിക്കണം ചർച്ച. അല്ലാതെ കഴിഞ്ഞ 2 ചർച്ച നടന്നതുപോലെ ആയിരിക്കരുത് എന്ന് ഞങ്ങൾക്ക് വളരെ ഉറച്ച ബോധ്യമുണ്ട്. സമരം സെറ്റിൽ ചെയ്യണമെങ്കിൽ സമരസമിതി മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ പരിഹരിക്കുന്നതോടുകൂടി സമരം സെറ്റിൽ ചെയ്യപ്പെടാൻ പറ്റുകയുള്ളൂ. ആശമാർക്ക് പിന്തുണയുമായി ഇന്നും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സമരപ്പന്തലിലെത്തി. സർക്കാർ ആശമാരോട് കാണിക്കുന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ദുരഭിമാനം വെടിയണം, മുഖ്യമന്ത്രിയുടെ ക്രൂരത അവസാനിപ്പിക്കണം, ഈ പാവങ്ങളോട് സമരം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം, ആശാവർക്കർമാരെ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കണം. നിരാഹാരമിരിക്കുന്ന പാലോട് PHCയിലെ ആശ അനിതാകുമാരിയെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ വരെ സമരത്തെ പിന്തുണയ്ക്കാതിരുന്ന INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ നാളെ സമരപ്പന്തലിലെത്തി ആശമാരെ കാണും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.